എല്ലാവർക്കും നമസ്കാരം. ഹല നീസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ ബീഫാണ്. നല്ല ഗ്രീൻ കളറുള്ള നല്ലൊരു ബീഫിൻ്റെ കറിയാണ്. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്കിതിന് ബീഫാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ 750 ഗ്രാം ബീഫ് എടുത്തിട്ടുണ്ട്. എല്ലോട് കൂടിയിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലകൾ ചേർക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി കൂടി പോകരുത്, അപ്പോൾ കളറ് ചേഞ്ച് ആയി പോകും. 1/2 ടീസ്പൂൺ മാത്രം ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എരിവിന് വേണ്ടിയിട്ട് മുളക് പൊടിയൊന്നും ചേർക്കാത്തതുകൊണ്ട് 2 ടീസ്പൂൺ എന്തായാലും വേണ്ടി വരും. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 6-7 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം. നന്നായിട്ട് ഇത് വെന്ത് കിട്ടണം. അപ്പോൾ നിങ്ങളുടെ കുക്കർ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം. ബീഫ് ഇപ്പോൾ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കണം. ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്, കറക്റ്റ് വെന്തിട്ടുണ്ട്. നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കണം. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ള മസാലകൾ തയ്യാറാക്കിയെടുക്കണം. ഇതിലൊരു ഗ്രീൻ കളർ മസാലയാണ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് പുതിനയിലയും മല്ലിയിലയാണ് എടുത്തിട്ടുള്ളത്. 1.5 കപ്പോളം എടുത്തിട്ടുണ്ട്. 1 കപ്പ് മല്ലിയിലയും 1/2 കപ്പ് പുതിനയിലയാണ് എടുത്തത്. അപ്പോൾ അത് രണ്ടും നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്കൊരു 8 പച്ചമുളകും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 8 പച്ചമുളക് എന്തായാലും വേണ്ടി വരും, കാരണം വേറെ എരിവൊന്നും ചേർക്കാത്തതുകൊണ്ട് കറക്റ്റായിട്ട് എരിവ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് തന്നെ ഒരു ചെറിയൊരു വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ആ ഒരു വെളുത്തുള്ളിയും പിന്നെ 2 കഷ്ണം ഇഞ്ചിയും 1 സവാളയുടെ ഹാഫുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഇതെന്തായാലും സ്കിപ്പ് ചെയ്യരുത്. അണ്ടിപ്പരിപ്പ് എന്തായാലും ഇട്ട് കൊടുക്കണം. അതാണ് ഈ ഒരു കറീൻ്റെ ടേസ്റ്റ്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കണം. അവസാനമായിട്ട് 1 കപ്പ് തൈരും കൂടി ഒഴിച്ച് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കണം. അതിൻ്റെ കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് അരച്ചെടുക്കണം. ഇതുപോലെയാണ് അരച്ചെടുക്കേണ്ടത്. നന്നായിട്ട് ഇതിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഗ്യാസിലേക്ക് ഒരു പാൻ വെച്ച് അതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 3-4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെയ്യ് തന്നെ ഒഴിച്ചു കൊടുക്കുക. അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. ഇനി നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ആ ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ബീഫിലേക്ക് ഈ നെയ്യ് പിടിക്കുന്നത് വരെ ഒന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. എല്ലായിടത്തും എത്തുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതൊരു 1 മിനിറ്റോളം ഇതിങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഗ്രീൻ മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതും കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കണം. ഇതൊരു ഗ്രേവി ഒന്ന് വറ്റി വരുന്നത് വരെ നമുക്കിത് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഒരു 5 മിനിറ്റ് അങ്ങനെ എടുക്കും ഇതൊന്ന് വറ്റി വരാനായിട്ട്. ഇതിപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലേക്ക് ഇത് മാറി വരും. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 1/2 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. നല്ല കട്ടിക്കുള്ള തേങ്ങാപ്പാലാണ്. ഒരു തേങ്ങയിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നല്ല കട്ടിക്കുള്ള തേങ്ങാപ്പാൽ എടുത്തതാണ്. അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. 1 കപ്പ് തേങ്ങാപ്പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി തേങ്ങാപ്പാൽ കൂടുതലായിട്ട് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, കുറച്ചും കൂടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടി ലൂസായിട്ട് കിട്ടും. പക്ഷേ ഇങ്ങനെയാണ് ടേസ്റ്റ്. ഇത് കുറച്ച് ടൈറ്റായിട്ട് തന്നെയാണ് ഈ ഒരു ബീഫിന് ടേസ്റ്റ്. ഇതിവിടെ റെഡിയായി. ഇനി നമുക്ക് നല്ലൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇത്. ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണം. എപ്പോഴും നമ്മൾ ഒരേ ടേസ്റ്റിൽ കറി വെക്കുമ്പോൾ ഒരു മാറ്റം, ഒരു വേറൊരു ടേസ്റ്റിൽ ഒരു കറി ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ, ഒരു വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കുന്ന സമയത്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.